everyone. Welcome to Bosco Campus Vision. I am Grishma TJ, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 31st lecture of Management Concepts and Thought. Today, we are discussing about staffing, definition of staffing, importance and features of staffing. Let us discuss the meaning of staffing. Staffing is the traditional management function of attraction and selection of the best people and putting them on job where their talents and skills can be best utilized, and retention of these people through incentives, job training and job enrichment programs in order to achieve both individual and organizational objectives. This emphasizes managing human and not material or financial resources. Staffing simply means the right person on the right job. ബെസ്റ്റ് പീപ്പിളിനെ അവരുടെ ടാലൻസും സ്കിൽസും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ജോബിലേക്ക് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സ്റ്റാഫിംഗ്. അതുപോലെ അവരെ ഓർഗനൈസേഷനിൽ നിലനിർത്താൻ വേണ്ടി അവർക്ക് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുക, ജോബ് ട്രെയിനിങ് കൊടുക്കുക, ജോബ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കുക. അതൊക്കെ അവരുടെ ഇൻഡിവിജ്വലായിട്ടുള്ള അച്ചീവ്മെൻറ്റിനും ഓർഗനൈസേഷണൽ ഓബ്ജക്റ്റീവ്സിൻ്റെ അച്ചീവ്മെൻറ്റിനും സഹായിക്കും. Staffing is the function of human relationship in the organizational structure with the competent staff. Staffing in that part of the management function which is concerned with people at work and with their relationship within the organization. മാനേജ്മെൻറ്റ് ഫങ്ഷൻ്റെ ഒരു പാർട്ടാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷനിലെ പീപ്പിൾ അവരുടെ വർക്കിൽ എങ്ങനെയായിരിക്കണം, ഓർഗനൈസേഷനുമായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെയാണ് സ്റ്റാഫിംഗ് ഫങ്ഷൻ പറയുന്നത്. ലുക്ക് അറ്റ് ദ ഡെഫിനിഷൻ ഓഫ് സ്റ്റാഫിംഗ്. അക്കോർഡിംഗ് ടു തിയോ ഹെയ്മാൻ, സ്റ്റാഫിംഗ് ഫങ്ഷൻ ഈസ് കൺസേൺഡ് വിത്ത് the placement, growth and development of all those members of the organization whose function is to get things done through others. തിയോ ഹെയ്മാൻ്റെ ഡെഫിനിഷനിൽ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഫങ്ഷൻ ഓർഗനൈസേഷനിലെ എല്ലാ മെമ്പേഴ്സിൻ്റെയും പ്ലേസ്മെൻറ്റ്, ഗ്രോത്ത്, അവരുടെ ഡെവലപ്മെൻറ്റ്, അത് ആ ഫങ്ഷൻ മറ്റുള്ളവരിലൂടെ സാധ്യമാക്കുന്നതാണ് സ്റ്റാഫിംഗ് എന്നാണ് സ്റ്റാഫിംഗ് ഫങ്ഷനിലെ തിയോ ഹെയ്മാൻ ഡിഫൈൻ ചെയ്തത്. Then look at the significance or importance of staffing. First one, it helps in the finding out of efficient and effective workforce to fill different posts in the organization. ഓർഗനൈസേഷനിലെ വേക്കൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് പോസ്റ്റുകളെ ഫില്ല് ചെയ്യുന്നതിന് എഫിഷ്യൻറ്റും ഇഫക്റ്റീവും ആയിട്ടുള്ള ആൾക്കാരെ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് സ്റ്റാഫിംഗ് ഫങ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഇറ്റ് ഇംപ്രൂവ്സ് ഓർഗനൈസേഷൻസ് പെർഫോമൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ബൈ അപ്പോയിൻറ്റിംഗ് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ജോബ്. റൈറ്റ് ജോബിലേക്ക് റൈറ്റ് പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് വഴി പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, അതുവഴി ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ആകുകയും ചെയ്യും. തേർഡ് വൺ, it facilitates in identifying the staffing requirements of the organization in future. ഓർഗനൈസേഷനിൽ ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന സ്റ്റാഫിംഗ് റിക്വയർമെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും സ്റ്റാഫിംഗ് ഫങ്ഷൻ സഹായിക്കുന്നു. ഫോർത്ത് വൺ, ഇറ്റ് എൻഷുവേഴ്സ് കണ്ടിന്യൂസ് സർവൈവൽ ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ഓർഗനൈസേഷൻ ബൈ വേ ഓഫ് സക്സഷൻ പ്ലാനിംഗ് ഫോർ എക്സിക്യൂട്ടീവ്സ്. എങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് അതിനെ സക്സസ്സിലെത്തിക്കാം എന്നുള്ള ഓർഗനൈസേഷൻ്റെ പ്ലാനിങ്ങിനെ ബേസ് ചെയ്തിട്ടിരിക്കും തുടർച്ചയായിട്ടുള്ള ഓർഗനൈസേഷൻ്റെ നിലനിൽപ്പും അതിൻ്റെ ഗ്രോത്തും. അതിനെ ഉറപ്പുവരുത്തുന്നതാണ് സ്റ്റാഫിംഗ് ഫങ്ഷൻ. ഫിഫ്ത്ത് വൺ, ഇറ്റ് ഡെവലപ്സ് പേഴ്സണൽ ടു ടേക്ക് അപ്പ് ടോപ്പ് മാനേജീരിയൽ പൊസിഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അങ്ങനെ നിരന്തരമായിട്ടുള്ള സ്റ്റാഫിംഗ് ഫങ്ഷനിലൂടെ പേഴ്സണൽസിനെ ഓർഗനൈസേഷൻ്റെ ടോപ്പ് മാനേജറിയൽ പൊസിഷനിലേക്ക് ഡെവലപ്പ് ചെയ്യാനും സ്റ്റാഫിംഗ് ഫങ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ സിക്സ്ത് വൺ, ഇറ്റ് എൻഷുവേഴ്സ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ ആവശ്യമായിട്ടുള്ള സമയത്ത് അവരുടെ ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും ഉറപ്പുവരുത്തുന്നതാണ് സ്റ്റാഫിംഗ് ഫങ്ഷൻ. ദ ലാസ്റ്റ് പോയിൻ്റ് ഈസ്
It assists the organization in making the optimum use of human resources. ഓർഗനൈസേഷനിൽ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഹ്യൂമൻ റിസോഴ്സസിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ ഉറപ്പുവരുത്തുന്നതാണ് സ്റ്റാഫിംഗ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. These are the significance or importance of staffing. Then look at the features of staffing. The following are the features or nature or characteristics of the staffing function. First one, it is a universal function. It is the responsibility of every manager. എല്ലാ ഓർഗനൈസേഷനിലെയും എല്ലാ മാനേജേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ് സ്റ്റാഫിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാഫിംഗ് ഫംഗ്ഷൻ ഒരു യൂണിവേഴ്സൽ ഫംഗ്ഷൻ ആണെന്നും പറയാം. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ പെർഫോംഡ് ബൈ എവറി മാനേജർ ടു എൻഷുർ സക്സസ്ഫുൾ ഫംഗ്ഷനിങ് ഓഫ് ഹിസ് ഡിപ്പാർട്ട്മെൻറ്റ് and to develop his successors. Since staffing is a continuous function, it will be effective in realizing its goals. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്സിൽ എത്തിക്കാൻ വേണ്ടി സ്റ്റാഫിംഗ് ഫംഗ്ഷൻ നിരന്തരം ചെയ്യേണ്ടതുണ്ട്. Then third one, it is a dynamic and never-ending process. With changes in the size and environment of the organization, ചേഞ്ചസ് ടേക്ക് പ്ലേസ് ഇൻ പേഴ്സണൽ. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് പ്രോസസ്സാണ്. അതുപോലെ തന്നെ ഒരു നെവർ എൻഡിങ് പ്രോസസ്സ് കൂടിയാണ് സ്റ്റാഫിംഗ്. എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ആൾക്കാരെ ആവശ്യമില്ലാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ടെർമിനേറ്റ് ചെയ്യാം, പുതിയ ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ ലോജിക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡൈനാമിക്, ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളതാണ് സ്റ്റാഫിംഗ് ഫംഗ്ഷൻ. ഓർഗനൈസേഷൻ്റെ സൈസും ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റും ഒക്കെ ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷനിൽ പേഴ്സണൽസിനെയും അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. നെക്സ്റ്റ് പോയിൻറ്റ്, ഹ്യൂമൻ റിസോഴ്സസ് എക്സ്പെക്ട്സ് ആൻഡ് ഡിസേർവ്സ് ഡിഗ്നിറ്റി. സോ ദ സക്സസ് ഓഫ് ദ സ്റ്റാഫിംഗ് ഫംഗ്ഷൻ ലൈസ് ഇൻ ഇൻവോൾവിംഗ് എവറി ഇൻഡിവിജ്വൽ ഇൻ ദ ഓർഗനൈസേഷൻ ഇൻ ദ ടാസ്ക് ഓഫ് അച്ചീവിംഗ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൽ ഓരോ എംപ്ലോയീസിനും ഓരോ ഇൻഡിവിജ്വൽസിനും അതിൽ ചുമതലയുണ്ട്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുകയും ഡിസേർവ് ചെയ്യുകയും ചെയ്യുന്നു ഡിഗ്നിറ്റി, അന്തസ്സ് പ്രതീക്ഷിക്കുകയും അർഹിക്കുകയും ചെയ്യുന്നുണ്ട് ഹ്യൂമൻ റിസോഴ്സസ്. Then fifth one, it is a difficult function with problems of social, philosophical and psychological nature. ബാക്കിയുള്ള മാനേജ്മെൻറ്റ് ഫങ്ഷൻസിനെ വെച്ച് നോക്കുമ്പം ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഫങ്ഷനാണ് സ്റ്റാഫിംഗ്. എന്തുകൊണ്ടെന്നാൽ എംപ്ലോയീസുമായിട്ടുള്ള സോഷ്യലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം, ഫിലോസഫിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം, സൈക്കോളജിക്കലായിട്ടുള്ള നേച്ചറിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ഫങ്ഷനാണ് സ്റ്റാഫിംഗ് ഫങ്ഷൻ. ദെൻ സിക്സ്ത് ഫീച്ചർ ഈസ് സ്റ്റാഫിംഗ് ഈസ് എ മാനേജ്മെൻറ്റ് ഫങ്ഷൻ. ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷനാണ് സ്റ്റാഫിംഗ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് പ്രോസസ്സ്. മാനേജ്മെൻറ്റിന് 5 പ്രോസസ്സ് ഉണ്ട് നമുക്കറിയാം: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. അതിലെ ഇൻറ്റഗ്രൽ പാർട്ടായിട്ടാണ് സ്റ്റാഫിങ്ങിനെ നമ്മൾ കണക്കാക്കുന്നത്. മാനേജ്മെൻറ്റിൻ്റെ ഈ എല്ലാ ഫങ്ഷൻസും നടപ്പാവണമെങ്കിൽ അവിടെ സ്റ്റാഫിംഗ് ഉണ്ടായിരിക്കണം. ദ നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാഫിംഗ് ഈസ് ദ പെർവേസീവ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഒരു എല്ലായിടത്തും ഉണ്ടായിരിക്കുന്ന ഒരു ഫങ്ഷനാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഒരു പെർവേസീവ് ഫങ്ഷനാണ് സ്റ്റാഫിംഗ്. ദ നയൻത്ത് വൺ ഈസ് സ്റ്റാഫിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. സ്റ്റാഫിങ്ങിൻ്റെ കൺസേൺ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, പ്രൊഡക്ടിവിറ്റി ഉള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ് സ്റ്റാഫിംഗ് ഫങ്ഷൻ്റെ കൺസേൺ. ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാഫിംഗ്. Okay, this is all for today's session. Thank you for listening.